ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സോയാബീനും ഉരുളൻകിഴങ്ങും കൂടിയുള്ള ഒരു കറിയുടെ റെസിപ്പിയുടെ വീഡിയോ ആണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു മീഡിയം സൈസ് കിഴങ്ങ്, ഒരു വലിയ സവാള, തക്കാളി, 3 പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, സോയാബീൻ നേരത്തെ തന്നെ കുതിർത്ത് സോക്ക് ചെയ്ത് പിഴിഞ്ഞ് മാറ്റി വെച്ചത്. ഇത്രയാണ് വേണ്ടത്. ഇനി സ്റ്റൗ ഓണാക്കി പാൻ വെക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ പച്ചമുളകും നേരത്തെ ചതച്ച് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അതിൻ്റെ പച്ചമണം മാറുന്നവർ വരെ ഒന്ന് വഴറ്റണം. അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവാള, ഒരു മീഡിയം സൈസ് സവാള എന്ന് പറയുമ്പോൾ, ഒരു വലിയ സവാള ആണെങ്കിൽ ഒരെണ്ണം ഫുള്ളായിട്ട് എടുക്കാം. അപ്പോൾ അത് ചെറുതായിട്ട് ഇങ്ങനെ സ്ലൈസായിട്ട് അരിഞ്ഞത് ഒന്നിട്ട് കൊടുക്കാം. ഈ സമയത്ത് വേണ്ടവർക്ക് ഉപ്പ് ചേർക്കാം. ഇതിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. നിങ്ങൾ ഈ സമയത്ത് ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ പെട്ടെന്ന് സവാളയൊക്കെ ഒന്ന് വഴണ്ട് കിട്ടും. അപ്പോൾ നന്നായിട്ട് അതൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ സമയത്ത് ഞാനൊരു പട്ടയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഇളക്കുക. പിന്നെ ആ ചെറിയൊരു തക്കാളി, ഒരു ചെറിയ തക്കാളി മതിയാകും. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പം നമുക്ക് ഇടയ്ക്ക് ഞാൻ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യമേ സവാള ഇട്ടപ്പോൾ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് വഴറ്റുക. ആ തക്കാളിയുടെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി അതൊക്കെ ഒന്ന് വെന്ത് വരണം. ഇപ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ സമയത്ത്. അതും കൂടി ഇട്ടൊന്ന് യോജിപ്പിച്ച് വരുമ്പോഴത്തേക്കും നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന നമ്മുടെ സോയാബീൻ ചൂടുവെള്ളത്തിൽ കുതിർത്ത് പിഴിഞ്ഞ് മാറ്റി വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണ്, മല്ലിപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് നേരത്തെ നമ്മൾ ഇട്ടുകൊണ്ട് മുളക് പൊടി ആവശ്യത്തിന്, പിന്നെ നമ്മൾ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്ന മീറ്റ് മസാലയുടെ പൊടിയാണ് കേട്ടോ, ചിക്കൻ്റെയൊക്കെ ഒരു ഫ്ലേവറും ടേസ്റ്റും വരാൻ വേണ്ടിയിട്ട്. അതും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കതൊന്ന് മൂടി വെക്കാം. ഇനി 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ നന്നായിട്ട് അതൊക്കെ വെന്ത് സോയാബീനും കിഴങ്ങും നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വെന്ത് വറ്റി വരുന്നുണ്ട്. എനിക്ക് ഈ ഒരു പരുവം മതി. നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. എനിക്ക് ഈ ഒരു പരുവം മതി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ വെളിച്ചെണ്ണ വേണ്ടവർക്ക് ലാസ്റ്റ് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച്